തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ഇങ്ങ് പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണ്. ഒരുപാട് വിഷയങ്ങൾ ചർച്ച ചെയ്യാനുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് ശബരിമലയാണ്. പക്ഷെ എങ്കിലും പല മണ്ഡലങ്ങളിൽ, പഞ്ചായത്തുകളിൽ, ജില്ലാ പഞ്ചായത്തുകളിലൊക്കെ സ്ഥാനാർത്ഥികൾ ഇല്ലാത്ത ഒരു അവസ്ഥ വരുന്നുണ്ട്. പലരും പിന്മാറുന്നുണ്ട്. ചിലർ പറയുന്നത് ഭീഷണിപ്പെടുത്തുന്നുവെന്ന്, ചിലർ ജയിക്കില്ല എന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് പിന്മാറുന്നു. ചിലയിടത്ത് ചില മുന്നണികൾക്ക് നിർത്താൻ സ്ഥാനാർത്ഥികൾ ഇല്ല. ആ തരത്തിലേക്ക് വരെ കാര്യങ്ങൾ എത്തുന്നു. എന്തായിരിക്കും തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിനെ ഇത്തവണ ബാധിക്കുന്ന വിഷയങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്തായിരിക്കും? ഈ സ്ഥാനാർത്ഥികളൊക്കെ പിന്മാറുന്നതിന്റെ പിന്നിലും എന്തായിരിക്കും? സ്ഥാനാർത്ഥികളുടെ പിന്മാറ്റത്തിന് അടിസ്ഥാനപരമായ ഒരു കാരണം കേരളീയ സാമൂഹിക ജീവിതത്തിൽ കഴിഞ്ഞ കുറെ കാലമായി ഉയർന്നു വന്നിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, ഈ പഞ്ചായത്തുകളിൽ പ്രതിപക്ഷമില്ല എന്ന യാഥാർത്ഥ്യം 96-ലെ ഈ എന്താ ജനകീയ ആസൂത്രണം വന്നതിന് ശേഷം ഒരു പഞ്ചായത്തിലും പ്രതിപക്ഷമില്ല. അന്ന് തോമസ് ഐസക്ക്, ബഹുമാന്യനായ ധനകാര്യമന്ത്രി, പ്രഖ്യാപിച്ച എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഇനി നമ്മുടെ നാട്ടിൽ ഈ പഞ്ചായത്തി രാജേ ഉള്ളൂ, കോൺട്രാക്ട് രാജില്ല എന്നായിരുന്നല്ലോ പ്രഖ്യാപനം. ഇനി നമ്മുടെ നാട്ടിൽ അഴിമതിയില്ല, കോൺട്രാക്ട് രാജുമില്ല. 96 തൊട്ട് ഈ 2025 വരെയുള്ള ഒരു 30 കൊല്ലത്തെ കേരളത്തിൻ്റെ ഒരു ചരിത്രം എടുത്തു നോക്കൂ. സംഭവിച്ചിട്ടുള്ള എന്താ? കൃത്യമായ ചരിത്രം. 2 കാര്യങ്ങൾ വന്നിരിക്കുന്നു. ഓരോ പഞ്ചായത്തും കോൺട്രാക്ട് രാജിൻ്റെ കേന്ദ്രമായി മാറിയിരിക്കുന്നു. കൊച്ചു കൊച്ചു കോൺട്രാക്ടർമാരുടെ നാടായി ഓരോ ഗ്രാമങ്ങളും മാറിയിരിക്കുന്നു. ഒന്ന്, അഴിമതി വികേന്ദ്രീകരിക്കപ്പെട്ടിരിക്കുന്നു. പണ്ട് ഏതെങ്കിലും ഒരു മന്ത്രിക്കോ അല്ലെങ്കിൽ ഒരു എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്കോ കാശ് കൊടുത്താൽ മതിയായിരുന്നു. അതിന് പകരം സകല ഓവർസിയർമാർ തൊട്ട് സകല തൂണുകൾക്കും കാശ് കിട്ടുന്നു. 2, മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പ്രതിപക്ഷം എന്നൊന്ന് ഇല്ലാതായി. എങ്ങനെയാണ് ഇല്ലാതായത്? വാർഡിൻ്റെ വികസനം തീരുമാനിക്കുന്നത് വാർഡിൽ എല്ലാവരും കൂടിയിരുന്നാണ്. പഞ്ചായത്തിൻ്റെ പ്ലാൻ തീരുമാനിക്കുന്നത് പഞ്ചായത്തിൽ എല്ലാവരും കൂടിയിരുന്നാണ്. അതിനകത്ത് ആകെ വേണ്ടത് എന്താ? ജനകീയ സമിതികൾ ഉണ്ടാക്കിയിട്ട് കോൺട്രാക്ട് അവരെടുക്കണം എന്നാ പറയുക. എന്ന് പറഞ്ഞാൽ അവരെ കൂട്ടത്തിൽ ഒരു കോൺട്രാക്ടറെ ചുമതലപ്പെടുത്തും. ഇവനാണ് ജനകീയ സമിതി. അവന് ഒപ്പിട്ട് കൊടുക്കാൻ കുറെ മിനിറ്റ്സ് ഉണ്ടാക്കി വെക്കും. അതാണല്ലോ നടക്കുന്നത്. അതുകൊണ്ട് എന്താ സംഭവിക്കുക? ഏത് മെമ്പർക്ക് വർക്ക് കിട്ടുമ്പോഴും ആ മെമ്പർക്ക് മാത്രമല്ല എല്ലാ മെമ്പർമാർക്കും വിഹിതം കിട്ടുന്നു. പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു മെമ്പർക്ക് ഫണ്ട് കൊടുക്കുമ്പോഴും അതിൻ്റെ വിഹിതം പ്രസിഡന്റിന് കൂടി കിട്ടുന്നു. എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കൂടി വീതം വെപ്പിൻ്റെ ഒരു കേന്ദ്രമായി പഞ്ചായത്തുകൾ മാറിയിട്ടുണ്ട്. അതുകൊണ്ട് പലപ്പോഴും പഞ്ചായത്തുകളിൽ രാഷ്ട്രീയമായ വാശികൾ കുറഞ്ഞിരിക്കുന്നു. കേരളത്തിൽ വ്യക്തിപരമായ അല്ലെങ്കിൽ പ്രാദേശികമായ അജണ്ടകളാണ് പലപ്പോഴും വർക്ക് ചെയ്യുക. പിന്നെ രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാരണം, ഏത് പ്രശ്നങ്ങളാണ് പഞ്ചായത്തിനെ ബാധിക്കുക എന്ന് വെച്ചാൽ, എനിക്ക് തോന്നുന്നു ഇപ്പോൾ എൻ്റെ ജില്ലയിലെ 94 പഞ്ചായത്തുകൾ, 94ലും വ്യത്യസ്തമായ അജണ്ടകളാണ്, ഇഷ്യൂസ് വേറെയാണ്. പ്രാദേശികമായ ആ റോഡിൻ്റെ പ്രശ്നം, ആ തോടിൻ്റെ പ്രശ്നം, വികസനത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ പ്രാദേശികമാണ്. പക്ഷേ പിന്നെ പൊതുവേ നമ്മുടെ നാട്ടിൽ ഉള്ള ഒരു പ്രശ്നം, എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഇത്തരത്തിൽ ഓരോരോ പ്രദേശത്തിനും കേമന്മാരായ യുക്തന്മാരായ ആളുകളെ കൊണ്ടുവന്ന് താരതമ്യേന സ്വീകാര്യമായ സ്ഥാനാർത്ഥികളെ ഉണ്ടാക്കിയെടുത്തിട്ട് മൊത്തം കണക്കെടുക്കുമ്പോൾ ഇന്ന പാർട്ടിക്ക് ഭൂരിപക്ഷം കിട്ടി, ഇന്ന മുന്നണിക്ക് ഭൂരിപക്ഷം കിട്ടി എന്ന് പറയാം. പക്ഷെ അവരൊന്നും ഉന്നയിച്ച ഇഷ്യൂസ് ഒന്നാവില്ല, താല്പര്യങ്ങളൊന്നാവില്ല, ഓരോ പ്രദേശത്തിൻ്റെയും അജണ്ടയും ഒന്നാവില്ല. ഈ ഒരു വളരെ വൈവിധ്യമാർന്ന ഒരു സിറ്റുവേഷനാണ് ഉള്ളത്. പിന്നെ പലയിടത്തും സ്ഥാനാർത്ഥികളില്ല പല പാർട്ടികൾക്കെന്ന് പറയുന്നത് എന്തുകൊണ്ടായിരിക്കും? അവിടെ ജനത്തിന് താല്പര്യമുള്ള ആൾക്കാർ അല്ലെങ്കിൽ ആ പാർട്ടിക്കകത്തില്ല, അല്ലെങ്കിൽ അവതരിപ്പിക്കാൻ പറ്റിയത് ആൾക്കാരില്ല, അല്ലെങ്കിൽ ആ പാർട്ടിക്ക് ആ പ്രദേശത്ത് അത്തരത്തിൽ നിർത്താൻ ആളില്ലെന്ന് പറഞ്ഞാൽ ആ പ്രദേശത്ത് ആ പാർട്ടിക്ക് അവതരിപ്പിക്കാൻ ഒരാളില്ലെന്നില്ലേ? ഒരു പാർട്ടിയുടെ വളർച്ച എന്ന് പറയുന്നത് താഴെത്തട്ടിൽ നിന്നുള്ള എന്ന് പറയുന്നത് പഞ്ചായത്തുകളിൽ നിന്നും അല്ലെ, ഗ്രാമപ്രദേശങ്ങളിൽ നിന്നും അല്ലെങ്കിൽ അത്തരത്തിലുള്ളതല്ലേ. ഈ നമ്മളിപ്പോ നോക്കിയ BJP തന്നെ ഒരു ഉദാഹരണം എടുത്താൽ, പല പഞ്ചായത്തുകളിൽ അവർക്ക് നിർത്താൻ ആളില്ല. പല പഞ്ചായത്തുകളിലും അല്ലെങ്കിൽ LDF ഒക്കെ UDF ജയിച്ചു കഴിഞ്ഞു പലയിടത്തും എന്നുള്ളതാണ്, നിർത്താൻ മറ്റൊരാളില്ല എന്നുള്ളത്. അപ്പൊ എവിടെയാണ് ഇവർക്കൊക്കെ പിഴച്ചത്? ഈ കേന്ദ്രത്തിലൊക്കെ വലിയ ശക്തിയായി മുന്നേറുമ്പോഴും കേരളത്തിൽ അടിത്തട്ടുകളിൽ പോലും, സാധാരണക്കാർക്കിടയിൽ പോലും ഇവർക്കൊരു സ്വാധീനം ചെലുത്താൻ കഴിയില്ല എന്ന് പറയുമ്പോൾ, ഇവിടെ കാലങ്ങളായിട്ട് നമ്മൾ നോക്കുമ്പോൾ LDF UDF, പിന്നെ അതിനകത്തൊരു മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടി ഉണ്ട്, അവരൊരു പ്രദേശം അവരുടെ കൈക്കിലാക്കി വെച്ചു. അപ്പോൾ അതിനകത്ത് ഈ പറയുന്ന BJPക്ക് വളർച്ചയില്ലെന്നും പറയാൻ പറ്റത്തില്ല. 6% കിടന്ന കാലം നമുക്കറിയാം. ഇപ്പോൾ അതിനകത്തൊരു 17%, അവർ 20% പോകുന്നു. പക്ഷേ നമ്മൾ ഈ പറയുമ്പം തന്നെ ചോദിച്ചൊരു ചോദ്യത്തിനകത്ത് വലിയ പ്രസക്തിയുണ്ട്. BJP മറ്റ് 2 പാർട്ടികളെ അപേക്ഷിച്ചിട്ട് എല്ലായിടത്തും അതിൻ്റെതായ രീതിയിലേക്ക് ആ പാർട്ടി
ചെന്നെത്തിയിട്ടില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ 8000 സീറ്റിൽ സ്ഥാനാർത്ഥി നിർത്താനില്ലാത്തത്. ഉം. അത് എപ്പോഴാണ് ആ ഒരു അവസ്ഥയിലേക്ക് എത്തിയതെന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ 6% സീറ്റുള്ള സമയത്ത് പോലും അവർക്ക് ഇതിനെക്കാട്ടി കൂടുതൽ സ്ഥാനാർത്ഥികളെ കണ്ടെത്താൻ പ്രയാസമില്ലായിരുന്നു. ഇപ്പം ഇതിനകത്ത് ഗ്രൂപ്പിൻ്റെ അതിപ്രസരം വന്നു. ഗ്രൂപ്പിൻ്റെ അതിപ്രസരം വന്നപ്പോൾ ഗ്രൂപ്പിൻ്റെ വക്താക്കളാക്കാൻ ആൾക്കാരെ ഭാഗമാക്കാൻ നിൽക്കുമ്പോൾ ക്വാളിറ്റി ഇല്ലാത്തവനെ എല്ലാം, അല്ലെങ്കിൽ ജനത്തിന് ഇഷ്ടമില്ലാത്തവനെ ജനത്തിന് മുമ്പിൽ അവതരിപ്പിക്കാൻ ഇല്ലാത്തവനെ, ഇപ്പോൾ ഭഗവത് മാഷിൻ്റെ വീട്ടിലോട്ട് പഞ്ചായത്തായാലും നിയമസഭയായാലും ചില ആൾക്കാർ വോട്ട് ചോദിക്കാൻ വന്നാലേ ചില ആൾക്കാർ വന്നാൽ പാർട്ടിയൊന്നും നോക്കത്തില്ല. അപ്പോൾ നമ്മൾ വോട്ട് കൊടുക്കത്തിലേക്ക് വന്നിട്ട് സാറേ ചായ കൊടുക്കും. വന്നിട്ട് ഇരുന്നാട്ട് എന്നിട്ട് കാര്യമൊക്കെ പറഞ്ഞാൽ നമ്മുടെ സ്ഥാനാർത്ഥിക്കുന്ന വോട്ട് ശരി അത് പക്ഷേ നമ്മൾ വേറെ ആർക്കാരും, പക്ഷേ ആ മനുഷ്യനൊരു സ്വീകാര്യതയുണ്ട് BJPക്കകത്ത്. അതിനകത്ത് ഗ്രൂപ്പിൻ്റെ അതിപ്രസരവും അല്ലെങ്കിൽ നേതാക്കന്മാരുടെ മത്സരവും ഈ പാർട്ടിയുടെ വളർച്ച കൊണ്ട് ആ സമ്പന്നമായ പാർട്ടി ആയതുകൊണ്ട് എനിക്ക് പിടിച്ചു നിൽക്കാൻ, അല്ല നേതാക്കന്മാർക്ക് പിടിച്ചു നിൽക്കാൻ, പാർട്ടിയെ പിടിച്ചു നിർത്താനല്ല അവർക്ക് പിടിച്ചു നിൽക്കാൻ, സമ്പത്തുണ്ടാക്കാൻ, താഴെത്തട്ടിലേക്ക് കൊണ്ടുവരണം. അതിനുവേണ്ടി അവരുടെ ആൾക്കാരെ പോസ്റ്റ് ചെയ്യുന്നു. ആ ആൾക്കാരെ കൊണ്ട് പാർട്ടിക്ക് പ്രയോജനമില്ലാതാവുന്നു. അങ്ങനത്തെ ഉള്ള ആൾക്കാരെ ജനം അക്സെപ്റ്റ് ചെയ്യാതാവുന്നു. അതുകൊണ്ട് സ്ഥാനാർത്ഥിയില്ല. ഈ പറയും നമ്മൾ എത്ര പറഞ്ഞാലും എത്ര പ്രശ്നമാണെന്ന് പറഞ്ഞാലും എവിടെയൊക്കെ കുഴപ്പമാണെന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഇവിടെ ആ രീതിയിലേക്ക് താഴെത്തട്ടിൽ വരെ അങ്ങേയറ്റം വരെ നിൽക്കുന്ന പാർട്ടി CPM തന്നെ. അത് കഴിഞ്ഞിട്ട് ഞാൻ നോക്കിയിട്ട് മുസ്ലിം ലീഗാണ്. അവരവരുടെ പണി ചെയ്യുന്നുണ്ട് അവർ പ്രദേശത്ത്. നമ്മൾ എത്ര ആരോപണം പറഞ്ഞാലും അവർ ആഴത്തിലിറങ്ങി നിൽക്കുന്നുണ്ട് അവർക്ക് സാധ്യതയുള്ള പ്രദേശത്ത്. കാരണം എല്ലാ രീതിയിലും അതിന് ജനത്തിനെ സഹായിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ എല്ലാ രീതിയിലും ഒരു CPMന്റെ കേഡർ സെറ്റപ്പിൽ തന്നെ അവർ ഏതൊക്കെ മേഖലയിൽ ജനത്തെ സ്വാധീനിക്കാൻ കഴിയും ആ മേഖലയിൽ നിൽക്കുന്നുണ്ട് അവർ പ്രതിപക്ഷത്തിരിക്കുന്ന സമയത്ത് പോലും. അപ്പം ഈ പ്രാവശ്യവും നമ്മൾ എത്ര നോക്കുമ്പോൾ സാറ് പറഞ്ഞ ഒരു കാര്യം ശരിയാ, പ്രാദേശിക വിഷയമാണ്. പഞ്ചായത്തിൽ സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞാൽ പ്രദേശത്ത് വേണ്ടപ്പെട്ടവനും കൊള്ളാവുന്നവനും ജയിക്കാൻ പോകുന്നത്. പക്ഷെ ഇതെല്ലാം നോക്കുമ്പോൾ പ്രദേശത്തെ വിഷയത്തിനകത്ത് ഇടപെടുന്ന ആളിനെ നോക്കുമ്പോൾ 3 പാർട്ടിക്കകത്ത് വരുന്ന CPM ആയിരിക്കും. അവൻ ഇങ്ങനെ നിൽക്കും ഓരോന്നിനും, മറ്റേ രണ്ടിനകത്തും ആളില്ല. അപ്പം സാറ് പറഞ്ഞ കാര്യം ഒക്കെ ശരി, പക്ഷേ അപ്പം ഈ പറയുന്ന വിഷയത്തിനകത്ത് പ്രദേശത്തെ വിഷയം, പ്രദേശത്തെ പ്രശ്നം ഏറ്റെടുത്ത് നിൽക്കുന്ന ആള്, ഇതെല്ലാം നോക്കുമ്പോൾ എണ്ണം വെച്ച് നോക്കുമ്പോൾ ഇതിനകത്തെല്ലാം വരുന്ന അടിവാൾ ചുറ്റിയ നക്ഷത്രം. പിന്നെ വേറൊരു കാര്യമുണ്ട് സാർ ഇതിന്റെ കൂട്ടത്തിൽ. നമ്മൾ വസ്തുതാപരമായി കാണേണ്ട ഒരു കാര്യം, ഇപ്പൊ BJPക്ക് 2025 പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ 8000 വാർഡുകളിൽ സീറ്റില്ല. ഇപ്പൊ 8000 വാർഡുകളിൽ സ്ഥാനാർത്ഥി ഇല്ല എന്നാണല്ലോ. 2020 എത്ര ഉണ്ടായിരുന്നു നോക്കണം. BJP മുന്നോട്ട് പോയത്. പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ BJPക്ക് എന്തുകൊണ്ടാണ് സ്ഥാനാർത്ഥികളെ കിട്ടാൻ പ്രയാസം? BJP കേരളത്തിൽ സ്വീകരിച്ചു വന്ന ഒരു സ്ട്രാറ്റജി ഉണ്ടല്ലോ, വൈകാരികമായൊരു സ്ട്രാറ്റജി ഉണ്ട്, സാമുദായികമായൊരു സ്ട്രാറ്റജി ഉണ്ട്. അവർക്കിപ്പോൾ സാറ് പറഞ്ഞല്ലോ, ഏത് ജാതിയിലും മതത്തിലും പെട്ടവൻ്റെ വീടുകളിൽ അടുക്കളകളിൽ പോയിട്ട് CPMകാരും കയറി ചെല്ലുന്നുണ്ടല്ലോ. ആ ഒരു അടുപ്പം, ജനങ്ങളോടുള്ള ഒരു രീതി, അത് കേരളത്തിലെ BJP ആവിഷ്കരിച്ചിട്ടില്ല. കേരളത്തിൽ എനിക്കറിയാം, ഇപ്പോൾ മലബാറിലൊക്കെ BJP ആയിട്ട് സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത് ഈ പരമഭക്തന്മാരായ ഹിന്ദു വീടുകളിലെ ഒരുതരം ഡെഡിക്കേറ്റഡ് ആണ്. ആ ചേച്ചി വനിതയാണെങ്കിൽ ആ ചേച്ചി മത്സരിച്ചിരിക്കും. നമുക്കറിയാം ആരാണ് സ്ഥാനാർത്ഥി. അത് ഏത് ഇലക്ഷൻ വന്നാലും, അത് പഞ്ചായത്തായാലും നിയമസഭ ആയാലും ആ ചേട്ടൻ സ്ഥാനാർത്ഥിയാണ്. ജിനേന്ദ്ര മാഷൊക്കെ ഉണ്ട്, മാഷ് സ്ഥാനാർത്ഥിയായിരിക്കും. പഞ്ചായത്തായാലും അദ്ദേഹം മത്സരിക്കും, കാരണം വേറെ ആളില്ല. അപ്പൊ അതിനെന്താ കാരണം എന്താ പറയുക, ഇപ്പോഴാണ് ആ ചിത്രം മാറി തുടങ്ങിയത്. ആ ഒരു മൈൻഡ് സെറ്റിലേക്ക് BJP ഇനിയും മാറേണ്ടതുണ്ട്. വോട്ടർമാർ, ജനാധിപത്യ ഇന്ത്യയിൽ അത് മലപ്പുറമായാലും കോട്ടയമായാലും ആർക്ക് ഭൂരിപക്ഷമുള്ള പ്രദേശമായിരുന്നാലും ഞാൻ ഈ രാജ്യത്തെ ജനാധിപത്യപരമായി മത്സരിക്കുന്ന ഒരു പാർട്ടിയാണ്. ജാതിക്കും മതത്തിനും അതീതമായി എനിക്ക് ജനങ്ങളോട് ബന്ധപ്പെടണം. ആരുടെ വീടാവട്ടെ, ഏത് സമുദായക്കാരന്റെ വീടോ ഏത് പാർട്ടിക്കാരന്റെ വീടോ ആകട്ടെ, സാറ് പറഞ്ഞാൽ അവിടെ കയറി ചെല്ലണം. ഏറ്റവും ചുരുങ്ങിയത് വോട്ട് കിട്ടിയില്ലെങ്കിലും അവനോടൊരു ചായയെങ്കിലും വാങ്ങിച്ചു കുടിക്കണം. എന്നാൽ അടുത്ത തവണ എന്നെ കാണുമ്പോൾ അവൻ കയറ്റിയിരുത്തുകയെങ്കിലും ചെയ്യും. അതിനടുത്ത തവണ ഇദ്ദേഹം കൊള്ളാമല്ലോ എന്ന് തോന്നും. അങ്ങനെയല്ലേ ബന്ധം ഉണ്ടാക്കിയെടുക്കുക. അതിനുള്ള പാർലമെന്ററി ആയിട്ടുള്ള പരിശീലനം ഇപ്പോഴും BJPക്കാർക്ക് വേണ്ട വിധം കിട്ടിയിട്ടില്ല എന്നാണ് അത് ഞാൻ അനുഭവിക്കുന്നതാണ്. ഇപ്പോൾ പ്രൊഫസർ അബ്ദുസലാം മത്സരിക്കുമ്പോൾ, ഡോക്ടർ അബ്ദുസലാം മത്സരിക്കുമ്പോൾ മാത്രമാണ് ചരിത്രത്തിൽ ആദ്യമായി മുസ്ലിം വീടുകളിൽ BJPക്കാർ വോട്ട് ചോദിക്കാൻ വന്നത്. എന്തിനാ അബ്ദുസലാം വരുന്നവരെ കാത്തു നിൽക്കണം? അതിന്റെ കാര്യം എന്താ? എനിക്ക് അബ്ദുസലാം എനിക്ക് അറിഞ്ഞുകൂടാത്ത ഏതോ കൊല്ലത്ത് നിന്നോ തിരുവനന്തപുരത്ത് നിന്നോ കൊണ്ടുവന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ VC ആക്കിയ കാലത്താണ് ഞാൻ അബ്ദുസലാമിനെ കാണുന്നത്. അതിനു മുമ്പേ എനിക്ക് ജിനേന്ദ്ര മാഷെ അറിയാം, എനിക്ക് ദിനേശ് നമ്പൂരി അറിയാം. അവർക്കെന്താ എൻ്റെ വീട്ടിൽ വന്ന് വോട്ട് ചോദിച്ചാൽ, മാഷെ ഞാൻ മത്സരിക്കുന്നത് BJPയുടെ സ്ഥാനാർത്ഥിയാണ്, സാറ് സഹായിക്കണം എന്ന് പറഞ്ഞൂടെ? അത് സഹായിക്കണമെന്ന് അവർക്ക് ഇന്ന് വരെ തോന്നിയിട്ടില്ല. അവര് മിങ്കിളാവുന്നില്ല. അത് എന്താ കാര്യം എന്നറിയോ?
അങ്ങനെയാണെങ്കിൽ അവർക്ക് ഒരു KJP ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, BJP അല്ല. അല്ല. ഇവരിപ്പോഴും നിൽക്കുന്നത് നോർത്ത് ഇന്ത്യയിലെ ഈ കൊടിയ വിഘടനവാദവും ഭീകരവാദവും വിഭജനവും കൂട്ടക്കൊലയും പലായനവും നിരന്തരമായ വർഗീയ കലാപങ്ങൾ, ഒരിക്കലും ഉണങ്ങാത്ത ചോരച്ചാലുകളും, ഹിന്ദു പാനി മുസ്ലിം പാനി നഗ്നമായിട്ട് വിൽക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് സാറേ. വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ സാറ് കണ്ടോന്ന് എനിക്കറിയാം. ഞാൻ കണ്ടിട്ടുണ്ട് നോർത്ത് ഇന്ത്യയിൽ പല നഗരങ്ങളിലും. അങ്ങനെയുള്ള വൃത്തികെട്ട ചിത്രങ്ങളാണ് നോർത്ത് ഇന്ത്യയുടെ മനസ്സിലുള്ളത്. അവിടെ ചെന്നിട്ട് ഹിന്ദുസ്ഥാൻ എന്നൊക്കെ പറഞ്ഞാൽ വോട്ട് കിട്ടും. കേരളം അതല്ല. കേരളത്തിലെ ഹിന്ദു വേറെയാണ്. ശ്രീനാരായണ ഗുരുദേവന്റെ ഹിന്ദുവാണ്, മന്നത്ത് പത്മനാഭന്റെ ഹിന്ദുവാണ്, അയ്യങ്കാളിയുടെ ഹിന്ദുവാണ്. ആ ഹിന്ദുവിനെ അവർക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ആ ഹിന്ദുവിനെ വേണം കേരളത്തിൽ അവതരിപ്പിക്കാൻ. അങ്ങനെ വരുമ്പോൾ ഞാൻ അയ്യങ്കാളിയുടെ അല്ലെങ്കിൽ ആ ഒരു ഞാൻ ശ്രീനാരായണ, ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യൻ എന്ന് പറഞ്ഞുകൊണ്ട് കയറി ചെന്ന് നോക്കൂ. നിങ്ങളുടെ എല്ലാ വീട്ടിലും കയറാൻ പറ്റും. മന്നത്ത് പത്മനാഭൻ ഓരോ സമുദായത്തിനകത്ത് ഹിന്ദുവിനകത്ത് ഐത്തമുണ്ടെങ്കിൽ അത് പോയി പരിഹരിക്കടാ ഹിന്ദു എന്ന് പറയുന്ന ഒരു ഹിന്ദു ഉണ്ടല്ലോ, അതാണ് നവോത്ഥാനം. അതിന് പകരം കേരളീയമായ ഒരു സംസ്കൃതിയിലേക്ക് ഇപ്പോഴും BJP വളർന്നിട്ടില്ല എന്ന് തന്നെയാണ് ഒരു സാമൂഹ്യ നിരീക്ഷകൻ എന്ന നിലയിൽ എൻ്റെ അഭിപ്രായം. അവർ വളരേണ്ടതാണ്. കേരളം ഒരു ആൾട്ടർനേറ്റീവിന് വേണ്ടി ഈ ഇടതും വലതും തമ്മിൽ നടക്കുന്ന കച്ചവടം ഉണ്ടല്ലോ, വോട്ട് കച്ചവടം, ഒപ്പം ഇവർ നടത്തുന്ന അഴിമതി, ഇവർ നടത്തുന്ന അധാർമികത, ഇവർ നടത്തുന്ന അഹന്ത, ഇതിനെയൊക്കെ പൊളിക്കണമെന്ന് കേരളത്തിന് ആഗ്രഹമുണ്ട്. എവിടെ സാർ ഒരു ആൾട്ടർനേറ്റീവ്? ആ ആൾട്ടർനേറ്റീവായിട്ട് വളരാൻ BJPക്ക് കഴിയുമോ എന്നാണ് ഓരോ വാർഡിലും ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. അവിടെ മത്സരിക്കാൻ പോലും 8,000 ഉണ്ടായില്ല എന്ന് പറയുന്നത് പണ്ട്. ഇപ്പൊ 8,000-ന്റെ കുറവേ ഉള്ളൂ. പണ്ട് 10,000-ന്റെങ്കിലും കുറവുണ്ടായിരുന്നിരിക്കണം. അവിടുന്ന് BJP മുന്നോട്ട് പോകുന്നുണ്ട്. ഇനിയും BJP വളരേണ്ടത് അവരുടെ ആറ്റിറ്റ്യൂഡാണ് മാറ്റേണ്ടത്. കൊടിയും ബോർഡുമല്ല, മുദ്രാവാക്യമല്ല, ആറ്റിറ്റ്യൂഡാണ്. ആരാണ് എൻ്റെ വോട്ടർ? ഈ രാജ്യത്തെ വോട്ടുള്ള ഓരോ പൗരനും എൻ്റെ വോട്ടറാണ്. ഇന്ത്യയിലെ ഓരോരുത്തരും ഈ രാജ്യത്തിന്റെ പൗരന്മാരാണ് എന്ന ചിന്തയിലേക്ക് കേരളത്തിലെങ്കിലും അവർ വളർന്നാൽ മുന്നോട്ട് പോകും. ഇല്ലെങ്കിൽ സാറ് പറഞ്ഞ പോലെ ഉള്ളവനെ വെച്ച് ഗ്രൂപ്പ് കളിച്ച് നശിച്ച് ഇതിനകത്ത് ഏറ്റവും വലിയ ഒരു കാര്യം കൂടെ പറഞ്ഞത്, ഏറ്റവും വലിയ സോഷ്യൽ എഞ്ചിനീയറിംഗിന്റെ വക്താവാണ് നമ്മുടെ അമിത്ഷാ എന്ന് പറയുന്നത്. അത് എവിടെയും സോഷ്യൽ എഞ്ചിനീയറിംഗ് നടത്തും. ഇപ്പൊ തന്നെ അവര് ഏറ്റവും അവസാനം ബീഹാറിൽ യാതൊരു ജാതിയും പറഞ്ഞില്ലല്ലോ. അവിടെ ജാതി പറഞ്ഞാൽ അവിടെ പണി കിട്ടും. അവിടെ അറിയാമല്ലോ, വേറെ സോഷ്യലിസ്റ്റ്, അവിടെ ഒരു ജാതി പറഞ്ഞില്ല. ഇവിടുത്തെ ഏറ്റവും വലിയ സോഷ്യലിസ്റ്റ് ആരെന്നറിയാം? മാർക്സിസ്റ്റ് പാർട്ടിയാണ്. ഇപ്പൊ നോക്കിയപ്പോ അവർക്ക് മനസ്സിലായി ഏറ്റവും വലിയ ഹിന്ദു പാർട്ടി അവരാ. ഇനിയും കളിച്ചാൽ BJP വിട്ടാൽ, അതുകൊണ്ട് BJP കയറി കെട്ടി അങ്ങ് പിടിച്ചു. ധൃതരാഷ്ട്രം പിടിക്കുന്ന പോലെ BJP കയറി പരസ്യമായിട്ടല്ല. BJPയുടെ അതേ ആറ്റിറ്റ്യൂഡും അവരുടെ മുദ്രാവാക്യവും ശബരിമലയും അല്ലെങ്കിൽ മറ്റതും മറിച്ചതും ഒക്കെ അവരുടെ എടുത്തില്ല. അവർക്ക് ചോരാൻ തുടങ്ങി. അപ്പൊ BJP ഈ വളർന്നാൽ അവർക്ക് മനസ്സിലായി കോൺഗ്രസിനല്ല ക്ഷീണം കേരളത്തിൽ. BJP അങ്ങ് വല്ലാതെ വളർന്നാൽ ഇപ്പൊ വളരുന്ന അപ്പൊ മാർക്സിസ്റ്റ് പാർട്ടിക്ക് ക്ഷീണം. അപ്പൊ അവർ ഇപ്പൊ കൂട്ടുപിടിച്ചിരിക്കുന്നു. അല്ലെങ്കിൽ ഇപ്പം അതായത് ഇപ്പം BJP അല്ല, ഇവിടുത്തെ സോഷ്യൽ എഞ്ചിനീയറിംഗ് BJPക്ക് തടയിടാൻ പിണറായി വിജയൻ BJPയെ ആലിംഗനം ചെയ്തിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ആ ആലിംഗനം കൊണ്ട് ഒരു ഗുണമെന്ന് പറഞ്ഞാൽ അടുത്ത പ്രാവശ്യം കൂടെ അദ്ദേഹം അധികാരത്തിൽ വരും. പക്ഷേ ദീർഘകാല അടിസ്ഥാനത്തിൽ CPM തീർന്നു. പക്ഷേ ആ തട്ടിപ്പ് ഇപ്പോഴും ആദ്യം മനസ്സിലാക്കേണ്ടത് ആരാണ്? BJP ആണ്. നിർഭാഗ്യവശാൽ അവർക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ഈ പിണറായി വിജയന്റെ ആലിംഗനം ആത്യന്തികമായി എന്തിനുള്ളതാണെന്ന് മനസ്സിലായിട്ടില്ല. പക്ഷെ വേറൊന്നുണ്ട്, പിണറായി വിജയന് മറ്റേ കാര്യമുണ്ടല്ലോ. അതുകൊണ്ട് പിണറായി വിജയനും അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് തന്നെ നാശം വരും എന്ന ബോധ്യമുണ്ടല്ലോ. പക്ഷെ ആ ബോധ്യം പിണറായി വിജയനെ ബാധിക്കുന്നതേ അല്ല. പിണറായിക്ക് ശേഷം പ്രളയമാണ്, താനും തന്റെ കുടുംബവും മതി, അതിനുശേഷം പാർട്ടി വേണ്ട. അതാണ് വ്യത്യാസം. തെരഞ്ഞെടുപ്പ് കഴിയട്ടെ, എന്താണ് നമുക്ക് കാത്തിരുന്നത്. തീർച്ചയായിട്ടും.